ഈ കഥയിലെ കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും നിങ്ങൾക്ക് പരിചിതരുമാണ്. കഥ കേട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. ഉറ്റവരുപേക്ഷിച്ച പെൺകുട്ടികൾക്കു വേണ്ടിയുള്ള അഭയകേന്ദ്രമാണ് കൃഷ്ണാലയം. സാമ്പത്തിക ഞെരുക്കത്താലോ ആരും നോക്കാനില്ലാതെയോ ഒറ്റപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഇടമാണത്. 18 വയസ്സുവരെയുള്ള പെൺകുട്ടികളാണ് അവിടെയുള്ളത്. ഇത്തിരി സ്നേഹവും കരുണയും മാത്രം ആഗ്രഹിക്കുന്നവർ. അതിലൊരാളാണ് അരുൺമയി. വളരെ ഭയചകിതമായൊരു സാഹചര്യത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് അവൾ അന്ന് കൃഷ്ണാലയത്തിലെത്തിയത്. മഴ തോർന്ന സന്ധ്യ. കൃഷ്ണാലയത്തിൽ പ്രാർത്ഥനാ സമയമായിരുന്നു. പുറത്ത് ഒരു കൊച്ചിൻ്റെ അലറിക്കരച്ചിൽ കേട്ട് വന്നു നോക്കിയതാണ് സത്യനാഥൻ, കൃഷ്ണാലയത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ. ആർത്തരച്ചു കരഞ്ഞ് ചോരയൊലിപ്പിച്ചുകൊണ്ടൊരു പെൺകുട്ടി ഗേറ്റ് തള്ളി തുറന്ന മുറ്റത്തേക്ക് ഓടി വരുന്നു. പിന്നാലെ സെക്യൂരിറ്റിയും. അവളുടെ കയ്യിലെ ഇരുമ്പ് വടി കൊണ്ട് അടികിട്ടിയ സെക്യൂരിറ്റിക്കാരൻ എന്തൊക്കെയോ ചീത്ത വിളിക്കുന്നുണ്ട് അവളെ. ഒരു അരപ്പാവടക്കാരി, നനഞ്ഞൊലിച്ച വേഷം, ശരീരത്തിൽ അവിടെവിടെ ചോരക്കട്ടകൾ, അടികൊണ്ട പാടുകൾ. ഒറ്റ നോട്ടത്തിൽ അറിയാം ആരോ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. നിരന്തരം പ്രാർത്ഥനയ്ക്കിടയിൽ കുട്ടികളെല്ലാം മുറ്റത്തെത്തി അലറിക്കരഞ്ഞു. ഒടുവിൽ അവളുടെ മുഖത്താരോ ദൂരെ നിന്ന് കുറച്ച് വെള്ളം തൂത്തു. പെട്ടെന്ന് മുഖം കുടഞ്ഞവൾ നോക്കി. ചുറ്റും നിൽക്കുന്നവരെ അപ്പോഴാണ് അവൾ കണ്ടതെന്ന് തോന്നുന്നു. ഒന്ന് പതറി. ഇത്തിരി കഴിഞ്ഞ് ആ മുറ്റത്തു തന്നെ അവൾ കുഴഞ്ഞു വീണു. ആരോ അവളെ പുതപ്പിച്ചകത്തേക്ക് കൊണ്ടുപോയി. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നാവണം അവൾക്ക് ഇരുമ്പ് വടി കിട്ടിയത്. കൃഷ്ണാലയത്തിലുള്ളവർ അവളെ സ്നേഹത്തോടെ പരിചരിച്ചു. എങ്കിലും ഇടയ്ക്കിടെ കണ്ണിൽ കണ്ടതെടുത്ത് എറിയും. അവൾ തെറി വിളിക്കും. രാത്രിയിൽ അവൾ ഭയന്നു നിലവിളിച്ചു. ഇരുട്ടിനെ അരുൺമയ്ക്ക് ഭയമായിരുന്നു. മുറി അടച്ചിട്ടില്ലെങ്കിൽ ഇറങ്ങി ഓടും പുറത്തേക്ക്. ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുട്ടവളെ ഭയപ്പെടുത്തി. ഒരിക്കൽ സെക്യൂരിറ്റിയെ മുറിയിലിട്ട് പൂട്ടിക്കളഞ്ഞു. അയാളെ അവൾ കിടക്കാൻ കൂട്ടിന് വിളിച്ചിട്ട് വന്നില്ലെന്നും പറഞ്ഞ് സഹമുറിക്കാരെ ഉപദ്രവിക്കുന്നത് കൂടിയപ്പോൾ അവളെ ഒറ്റയ്ക്കൊരു മുറിയിലാക്കി. താമസിയാതെ കൃഷ്ണാലയത്തിലുള്ളവർ അറിഞ്ഞു. ആഴ്ചകളുടെ വളർച്ചയുള്ളൊരു കുഞ്ഞ് അവളുടെ ഉദരത്തിലുണ്ടെന്നും അവളുടെ മാനസിക നില തെറ്റാൻ കാരണം അതാണെന്നും. അന്ന് അവൾക്ക് പ്രായം വെറും 14 വയസ്സ്. പിന്നീട് പോലീസ് പറഞ്ഞ കഥ ഇതാണ്. അവൾക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മ മരിക്കുന്നത്. അതുവരെ നിധി പോലെ വളർത്തിയ കുട്ടി, പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന കൊച്ചുമിടുക്കി, പൂക്കൾ കണ്ടും മാനം കണ്ടും പക്ഷികളുമായി കൂട്ടുകൂടിയ സുന്ദര ബാല്യം, കണ്ണുകളിൽ സൂര്യവെളിച്ചം കത്തി നിന്ന പെൺകുട്ടി. പെട്ടെന്നൊരു നാൾ അവളുടെ അമ്മ മരണപ്പെട്ടു. അമ്മ ആത്മഹത്യ ചെയ്തതാണെന്നും അതല്ല അച്ഛൻ കൊന്നതാണെന്നും പറയുന്നത് കേട്ട് അച്ഛനെ അവൾക്ക് പേടിയായിരുന്നു. പോറ്റമ്മയുടെ ആങ്ങളെയും അയാളുടെ കൂട്ടുകാരുടെയും താവളമായിരുന്നു അവളുടെ വീട്. പേടിയായിരുന്നു അരുൺമയ്ക്ക് അവരെ. നക്ഷത്രങ്ങൾ മിന്നാൻ തുടങ്ങുന്ന നേരത്തവർ വീട്ടിലെത്തും. തീറ്റയും കുടിയും കഴിഞ്ഞാൽ പിന്നെ അവളെ തിരക്കിയിറങ്ങും. കട്ടിലിനടിയിലോ തട്ടിന് പുറത്തോ ഒളിക്കുന്ന അവളെ നീളൻ ചൂരൽ കൊണ്ടടിച്ചു മെരുക്കും. പുലർച്ചെ നക്ഷത്രങ്ങൾ പിൻവാങ്ങിപ്പോകുന്നതുവരെ അവൾ അവർക്കൊപ്പമാകും. 4 or 5 പേരുണ്ടാകും അവർ. മഞ്ച്, കാലിലിടാൻ ചെരുപ്പ്, വയറു നിറച്ചു ബിരിയാണി, ഇതൊക്കെ നൽകി അവളെ സന്തോഷിപ്പിക്കും. അവർ പോയാൽ വാടിയ ചേമ്പും തണ്ട് പോലെ നിലത്തു വിരിച്ചിട്ട പുൽപ്പായിൽ അവൾ കഴിച്ചുകൂട്ടും. പിറ്റേന്ന് അവൾ സ്കൂളിൽ പോകില്ല. കിടക്കപ്പായിൽ നിന്ന് എണീറ്റിട്ട് വേണ്ടേ പോകാൻ. അങ്ങനെ ഓർമ്മ വെച്ച നാൾ മുതൽ രാത്രിക്കൂട്ടിന് ആരൊക്കെയോ അവൾക്കൊപ്പമുണ്ടായിരുന്നു. എന്നിട്ടും ഓണപരീക്ഷയ്ക്ക് അവൾ നല്ല മാർക്ക് വാങ്ങി. ടീച്ചർമാരുടെ പ്രിയപ്പെട്ട കുട്ടിയായി. ഒരു നാൾ ക്ലാസ്സിൽ തലചുറ്റി വീണു. അപസ്മാരം പോലെ വായിൽ നിന്ന് നുരയും പതയും വന്നു. പിച്ചുബേയും പറയുന്നത് കേട്ട് അധ്യാപകർ അവളെ ആശുപത്രിയിലെത്തിച്ചു. അങ്ങനെയാണ് അവൾക്കുള്ളിൽ മറ്റൊരു ജീവൻ കൂടി തുടിക്കുന്നുണ്ടെന്നറിഞ്ഞത്. ടീച്ചേഴ്സിന് മുന്നിൽ, നാട്ടുകാർക്ക് മുന്നിൽ അവൾ ചിത്തക്കുട്ടിയായി. കണ്ണുകളിൽ പഴയ ചൈതന്യം എങ്ങോ മറഞ്ഞു. പോകെ അവൾ അക്രമവാസന കാണിക്കാൻ തുടങ്ങി. സ്വയം വീർത്തു വരുന്ന വയറായിരുന്നു അവളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇടിച്ചും മാന്തിയും സ്വയം വേദനിപ്പിച്ചു. വയറ്റിൽ നഖങ്ങൾ കൊണ്ട് കോറി വരകൾ നിറഞ്ഞു. കൂടെ താമസിക്കുന്നവരെയും ആക്രമിക്കുക പതിവാക്കി. വയർ വീർത്തു വരുംതോറും അരുൺമയി അസ്വസ്ഥയായി. തല സ്വയം ചുമരിലിടിച്ച് പൊട്ടിച്ച് ചോര വാർന്നു പിടയുന്നതോ കണ്ടു നിൽക്കാൻ വയ്യാതെ. അന്തേവാസികൾ കരഞ്ഞു. പതിയെ അവൾ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി. പോലീസ് അന്വേഷണം മുറയ്ക്കു നടന്നു. അവർക്ക് മുന്നിൽ വാ മൂടിക്കെട്ടിയവൾ. മുറിവേറ്റ നെഞ്ചിലെ പഴുപ്പ് വീങ്ങിയപ്പോൾ പോലും ഭയം കൊണ്ടവൾ വാ തുറന്നില്ല. ഒരു നാൾ കൃഷ്ണാലയത്തിൻ്റെ അടിവേര് പറിച്ചിടുന്ന കണക്കെ ചങ്കു പിളർന്നവൾ നിലവിളിച്ചു. ഒടുവിലവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ആശുപത്രി വിടുമ്പോൾ അവൾ മുഴുഭ്രാന്തിയായി മാറിയിരുന്നു. കുഞ്ഞിനെ പാൽ കുടിപ്പിക്കാനോ ഒന്ന് നോക്കാൻ പോലുമോ അവൾ കൂട്ടാക്കിയില്ല. കണ്ണുകളിൽ ഒരു തരം കലിപ്പ്, ധിക്കാരം, അക്രമവാസന. എന്നിട്ടും അഭയകേന്ദ്രത്തിലുള്ളവർ അവളെ സ്നേഹത്തോടെ പരിചരിച്ചു, ശുശ്രൂഷിച്ചു, കുഞ്ഞിനെ പാലൂട്ടിപ്പിച്ചു. നാളുകൾ കഴിഞ്ഞു. സദാ കരച്ചിൽ മാത്രം തളം കെട്ടിയ മലത്തിൻ്റെയും മൂത്രത്തിൻ്റെയും ഗന്ധം കെട്ടുപിണഞ്ഞ
ആ മുറിയിലേക്ക് ആരും വന്നില്ല, ഭാഗ്യലക്ഷ്മി ഒഴിച്ച്. ചിലപ്പോൾ സത്യനാഥൻ വരും. ഇവരെ മാത്രം എന്തുകൊണ്ടോ അവൾ ഉപദ്രവിക്കില്ല. കുഞ്ഞിൻ്റെ തുടയിലും കൈവെള്ളയിലും പുറത്തുമെല്ലാം ചോര കല്ലിച്ച പാടുകളാണ്. ഭാഗ്യലക്ഷ്മിയുടെ കണ്ണു തെറ്റിയാൽ കുഞ്ഞിനെ ഉപദ്രവിക്കും. അതിനു പറ്റാതായാൽ സ്വയം ഉപദ്രവിക്കും. അവളുടെ ശരീരത്തിലെ മുറിവുകളിൽ മരുന്ന് വെച്ചു കെട്ടുന്നതും രാവിലെയും വൈകിട്ടും അവൾക്കുള്ള ഭക്ഷണം കൊണ്ടുവരുന്നതും ഭാഗ്യലക്ഷ്മി തന്നെ. ചിലപ്പോൾ അവൾ കഴിക്കും, മറ്റു ചിലപ്പോൾ മുറിയിലാകെ ഭക്ഷണം വാരി വിതറും. ഭാഗ്യലക്ഷ്മി അലിവോടെ അവളെ തുവർത്തിയെടുക്കും. കുഞ്ഞിനെ മുലയൂട്ടാൻ നിർബന്ധിക്കും. അതിനിടയിലാണ് ഭാഗ്യലക്ഷ്മിയുടെ കണ്ണ് തെറ്റിയാൽ കുഞ്ഞിനെ നുള്ളിയും കടിച്ചും ഉപദ്രവിക്കുന്നത്. പാലൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് ഭാഗ്യലക്ഷ്മിയുടെ കൈകളിലാണ്. കൊല്ലും ഞാൻ ആ സത്ത്, എനിക്കിതിനെ കാണണ്ട എന്നു പറഞ്ഞവൾ ആ കുഞ്ഞിൻ്റെ കുഞ്ഞു തുടയിൽ ആഞ്ഞു നുള്ളി നോവിച്ച് പല്ലുകൾ ഞെരിക്കും. കുഞ്ഞു കഴുത്തിൽ നഖങ്ങളാഴ്ത്തും. ദേഷ്യം വരുമ്പോൾ കിട്ടിയതെടുത്ത് കുഞ്ഞിന് നേർക്കെറിയും. 2 വിരൽ തുമ്പുകൊണ്ട് കുഞ്ഞിനെ ഇറുക്കി നുള്ളും. കൊല്ലും ഞാൻ. ആ സദനത്തിൽ രാത്രിയോ പകലോ ഭേദമില്ലാതെ അവളുടെ ഒച്ച മുഴങ്ങി കേട്ടു. കടിച്ചും മാന്തിയും അമ്മ സ്വയം മുറിവേൽപ്പിക്കും. കണ്ടു നിൽക്കുന്നവർ നിസ്സഹായരായി മുഖം തിരിക്കും. അക്രമം അധികമായാൽ ഭാഗ്യലക്ഷ്മി ഉറക്ക ഗുളിക കൊടുത്ത് ആ അമ്മയെ മയക്കും. കുഞ്ഞിനൊരു വയസ്സായി. പിച്ച വയ്ക്കാൻ തുടങ്ങി. ആരോ അവളെ കല്ലൂന്ന് വിളിക്കാൻ തുടങ്ങി. കുഞ്ഞു കല്ലു കുഞ്ഞരിപ്പല്ലു കാട്ടിച്ചിരിക്കുന്നത് കാണാൻ നല്ല ചന്തമായിരുന്നു. എല്ലാവരും കല്ലുവിനെ ഓമനിച്ചു, ലാളിച്ചു. ആരൊക്കെയോ അവളെ ഊട്ടി. അരുൺമയി പതിയെ ജീവിതത്തിലേക്ക് പിച്ചവച്ചു. കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് കുറഞ്ഞു. അപൂർവം ദിവസങ്ങളിൽ അരുൺമയി നല്ല അമ്മയാകും. അന്ന് കുഞ്ഞിനെ കുളിപ്പിക്കും, ഉമ്മ വയ്ക്കും, ഭക്ഷണം വാരിക്കൊടുക്കും. കല്ലുവിന് ഭാഗ്യത്തെ ജീവനായിരുന്നു. ഭാഗ്യലക്ഷ്മിയായിരുന്നു അവൾക്കമ്മ. അവളുടെ നെഞ്ചിൽ കിടന്നാണ് കുഞ്ഞു കല്ലു സ്വപ്നങ്ങൾ കണ്ടിരുന്നത്. ഒരു നാൾ ആ അമ്മ സ്വന്തം കുഞ്ഞിനെ എടുത്ത് അനാഥാലയ അതിർത്തിയിലുള്ള പാറക്കെട്ടുകൾക്കരികിലേക്ക് നടന്നു പോകുന്നതൊരു ആയ കണ്ടു. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് പുറത്തിറങ്ങിയതാണ് അരുൺമയി. പാറമുകളിലേക്ക് കുഞ്ഞിനെ എറിയാൻ തുടങ്ങുമ്പോഴേക്കും അന്തേവാസികളൊരാൾ വന്ന് കുഞ്ഞിനെ കോരിയെടുത്തു. കുഞ്ഞിൻ്റെ നിർത്താകരച്ചിൽ കേട്ട് വന്നതാണവർ. താമസിയാതെ കല്ലുവിനെ ഭാഗ്യലക്ഷ്മി ഏറ്റെടുത്തു. ചുരം കയറി സ്വന്തം നാട്ടിലേക്ക് പോന്നു. പതിയെ അരുൺമയി തൻ്റെ ജീവിതത്തിലെ കറുത്ത ഏടുകൾ മറക്കാൻ തുടങ്ങി. തൻ്റെ ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് അവൾ മിഴികൾ തുറന്നു വച്ചു. അവൾ ആരോഗ്യം വീണ്ടെടുത്തു. ഏതാണ്ട് 2 വർഷത്തോളം പിന്നിട്ടപ്പോൾ മുടങ്ങിപ്പോയ പഠനം അവൾ പുനരാരംഭിച്ചു. കൃഷ്ണാലയം അവളെ നെഞ്ചോട് ചേർത്തു. കല്ലു ഓർമ്മ മാത്രമായി അരുൺമയിക്ക്. ആ അമ്മയ്ക്ക് ചിറകുകൾ മുളച്ചു. മുന്നിലെ അതിരുകൾ മാഞ്ഞു. വർഷങ്ങൾ കൊഴിഞ്ഞു. ഇന്ന് അഭയകേന്ദ്രത്തിൽ ഒരു ആഘോഷം നടക്കുകയാണ്. അടച്ചിട്ട മുറിയിൽ ജീവിതമൊടുങ്ങുമായിരുന്ന ആ 14-കാരി അമ്മ ഇന്ന് കലക്ടറായി ചാർജ് എടുക്കുകയാണ്. മനക്കരുത്തിൽ മുന്നേറിയതിൻ്റെ സാക്ഷ്യപത്രം. സ്വന്തം കുപ്പായത്തിൽ ജില്ലാ കലക്ടർ അരുൺമയി എന്നെഴുതിയ നെയിം സ്ലിപ്പ് തുന്നിച്ചേർത്തു. കലക്ടർ അരുൺമയി. തമിഴ്നാടിൻ്റെ അതിർത്തി ജില്ലയിൽ ആദ്യമായി അവൾ ചാർജ് എടുത്തു. അന്ന് പതിവിലും തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ഉച്ചനേരം. മാഡം, ഒരു പെൺകുട്ടി 2 ദിവസമായി മാഡത്തിനെ കാണണമെന്ന് പറഞ്ഞു വരുന്നു. കൂടെ 2 സ്ത്രീകളുമുണ്ട്. എന്തോ കുടിയൊഴിപ്പിക്കൽ പ്രശ്നമാണ്. കടത്തിവിടട്ടെ? സെക്യൂരിറ്റി സുകേശൻ വിനീതനായി അരുൺമയുടെ സമ്മതത്തിന് കാത്തുനിന്നു. വരാൻ പറയൂ, അവൾ മന്ദഹസിച്ചു. പെൺകുട്ടി ചിരപരിചിതയെ പോലെ അരുൺമയെ നോക്കി ചിരിച്ചു. മാഡം, ഞാൻ ഉണ്ണിമായ. ഒരു പരാതി പറയാൻ വന്നതാണ്. മാഡം, ഇഞ്ച കോളനി എന്ന് കേട്ടിട്ടുണ്ടോ? അരുൺമയി ഓർമ്മയിൽ പരതി. അവരിപ്പോൾ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. ആരുമില്ലാത്ത കുറേ പാവങ്ങൾ താമസിക്കുന്ന സ്ഥലം ഇഞ്ച കോളനി മാഡം. ഒരു നുള്ളു മണ്ണോ അന്തി ഉറങ്ങാൻ കൂരയോ ഇല്ലാത്തോര്. അവൾ തുടർന്നു. 25ഓളം പേരുണ്ട് ആ കോളനിയിൽ. കുറേ കാലമായിട്ട് അവിടെ തന്നെ താമസിക്കുന്നവരാ. വലിയ കഷ്ടമാണ് ഇവരുടെ ജീവിതം. ടാർപ്പായ കൊണ്ട് വലിച്ചുണ്ടാക്കിയ മറകൾക്കുള്ളിലാണ് ഇവർ അന്തി ഉറങ്ങണത്. വെളിക്കിരിക്കുന്നത് രാത്രി നിർത്തിയിട്ട് ഏതെങ്കിലും തീവണ്ടിയിലും. രാത്രി ഞങ്ങളിൽ ചിലർ മാറി മാറി കാവലിരിക്കും. എപ്പോഴാ കൂരകൾ ഒരുമിച്ച് തീയിടാന്ന് പേടിച്ചിട്ട്. കൂടെ വന്ന സ്ത്രീകൾ ഭയപ്പാടോടെ അവർക്ക് ചുറ്റും നോക്കി. പെട്ടെന്നവർ വായടച്ചു. ആരോ തങ്ങളെ പിന്തുടരുന്നുണ്ടെന്ന് അവർ ഭയന്നു. പറയുന്നതിനിടയിൽ ഏതാനും ഫോട്ടോകൾ ഉണ്ണിമായ അരുൺമയ്ക്ക് മുന്നിൽ മേശമേൽ നിരത്തിവെച്ചു. ഒക്കെ കിടപ്പു രോഗികളാ മേഡം. ഇഞ്ച കോളനിയുടെ കുറച്ചപ്പുറത്ത് വലിയ മാളിൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നെ ഒരു പെട്രോൾ പമ്പുണ്ട്. 2ൻ്റെ മുതലാളി ഒരാളാണ്. ഇതിനിടയിലായി ഈ കോളനി. ഇഞ്ച കോളനി കൂടെ അവർക്ക് കൈക്കലാക്കണം. അതിനിവർ ആളെ വിട്ട് തല്ലിച്ചതയ്ക്കണതാ. മനഃപൂർവ്വം പ്രശ്നങ്ങളുണ്ടാക്കി ഉപദ്രവിക്കും, തെറി വിളിക്കും, കട്ടിലോടെ വലിച്ചിട്ട് പുറത്തിടും. ഒക്കെ ചെയ്യണത് ഇരുട്ടിൻ്റെ മറവിലും. പുറംപണിക്ക് വന്ന ബംഗാളികളായി ഇവിടെ താമസിക്കുന്നത്. ഇവിടുന്ന് കല്യാണം കഴിച്ച് ഇവിടെ തന്നെ സ്ഥിര താമസമാക്കിയവരും അവരുടെ കുടുംബവുമാണ്. ഉണ്ണിമായ കണ്ണുകൾ നിറച്ചു. നമുക്ക് നോക്കാമെന്നേ
എന്താണെന്ന് അന്വേഷിക്കട്ടെ ആദ്യം. മുൻപ് ഇവിടെ തന്ന അപേക്ഷകളുടെ കോപ്പി ഉണ്ടെങ്കിൽ അതും കൂടെ അപേക്ഷയ്ക്കൊപ്പം വച്ചോളൂ. അരുൺമയി സമാധാനിപ്പിച്ചു. പിറ്റേന്നു കളക്ടർ ഇഞ്ച കോളനിയിലെത്തി. ആളുകൾ അവളെ പൊതിഞ്ഞു. അവർ പരാതിയുടെ കെട്ടഴിച്ചു. ആദ്യം പെട്രോൾ പമ്പ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ മാഡം. അതിൻ്റെ ഉടമസ്ഥർ പമ്പിന് ചുറ്റുമുള്ള 30ഓളം ഏക്കർ വാങ്ങി. ഞങ്ങളുടെ കോളനിയും അതിൽ പെട്ടൂത്രേ. അരുൺമയി കണ്ടു. ദൂരെ കൂറ്റൻ കെട്ടിടമുയരുന്നു. അന്തരീക്ഷം നിറയെ പൊടിപടലങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അരുൺമയ്ക്ക് ശ്വാസം മുട്ടി. ഇവർ താമസം മാറാൻ കൂട്ടാക്കില്ല മാഡം. കുറേ കാലമായിട്ട് ഇവർ ഇവിടെ ഉണ്ട്. അതുവരെ മിണ്ടാതെ നിന്ന ഉണ്ണിമായ പറഞ്ഞു. ദിവസങ്ങൾ നീങ്ങി. രാഷ്ട്രീയ സമ്മർദ്ദം കാരണം അരുൺമയ്ക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. താമസിയാതെ കോളനി നിവാസികൾ ഒന്നടങ്കം കലക്ടർ ഓഫീസിൽ നിരാഹാരം കിടക്കാൻ തുടങ്ങി. അതിനുവേണ്ടി നാട്ടുകാരെയും കോളനിക്കാരെയും സംഘടിപ്പിച്ചതും അവർക്കു വേണ്ട നിയമസഹായങ്ങൾ ചെയ്തു കൊടുത്തതും ഉണ്ണിമായായിരുന്നു. അരുൺമയിക്ക് ആവേശമായി. കലക്ടർ എന്ന നിലയിൽ അവർക്കനുകൂലമായി അരുൺമയി നിലപാടെടുത്തു. ഒട്ടേറെ നിയമ നടപടികൾക്കൊടുവിൽ ഭരണകൂട തീരുമാനം അവർക്കനുകൂലമായി. അരുൺമയി നേരിട്ട് തന്നെ കോളനിക്കാർക്കു വേണ്ടി പുനരധിവാസ പദ്ധതികൾ നടപ്പിലാക്കി. ഉണ്ണിമായ അതോടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി. കീറാമുട്ടി പ്രശ്നങ്ങളുമായി ഉണ്ണിമായ പിന്നെയും കലക്ടർ ഓഫീസിൽ വന്നുപോയി. ഉണ്ണിമായ അതോടെ ശ്രദ്ധിക്കപ്പെട്ടു. മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അപ്രതീക്ഷിതമായി ഉണ്ണിമായ അരുൺമയിയെ കാണാനെത്തി. മാഡം, ഒരു വിശേഷം ഉണ്ട് കേട്ടോ. എൻ്റെ കല്യാണമാണ്. നാട്ടിലെ വീട്ടിൽ വെച്ചിട്ടാ. വലിയ ചടങ്ങുകളൊന്നുമില്ല. മാഡം എന്തായാലും വരണം. എന്തുകൊണ്ടോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ണിമായുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ക്ഷണക്കത്ത് കൈനീട്ടി വാങ്ങുമ്പോൾ അരുൺമയി ചോദിച്ചു, കല്യാണോ? നീ അതിന് കുട്ടിയല്ലേ? 18 വയസ്സാ പെൺകുട്ടികളുടെ വിവാഹപ്രായം. അത് പറഞ്ഞ ഉണ്ണിമായ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഓഫീസിലെ ശാരദ ചേച്ചി ചോദിച്ചു, ഒടുക്കം ഉണ്ണിമായയ്ക്കും കല്യാണമായില്ലേ? അരുൺമയി കേട്ടതായി ഭാവിച്ചില്ല. താൻ കല്യാണം കഴിക്കാത്തത് തൻ്റെ മാത്രം തീരുമാനമാണ്. അതിനെന്തിന് മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കണം? ഉണ്ണിമായുടെ വിവാഹത്തിന് പങ്കെടുക്കണം. ഈ തിരക്കുകൾ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. തൻ്റെ കളഞ്ഞുപോയ പാതി ജീവൻ കല്ലുവിനെ കണ്ടെത്തണം. കല്ലു അവളുടെ നാട്ടിൽ എവിടെയോ ഉണ്ടെന്നറിയാം. തന്നെ അവൾക്ക് ഓർമ്മയുണ്ടാകുമോ? നല്ലതൊന്നും അവൾക്ക് കൊടുത്തിട്ടില്ലല്ലോ. അരുൺമയുടെ കണ്ണുകൾ നിറഞ്ഞു. ഭാഗ്യലക്ഷ്മി ചേച്ചിയെ കണ്ടെത്താൻ ഉണ്ണിമായയ്ക്ക് സഹായിക്കാൻ പറ്റുമായിരിക്കും. മലയോരത്തെവിടെയോ അവളുണ്ടെന്ന് മാത്രം അറിയാം. വിവാഹത്തലേന്ന് പുലർച്ചെ അവൾ പുറപ്പെട്ടു. ചെമ്പട്ടു വിരിച്ച പ്രഭാതം. നഗരം തിരക്കിലേക്കുണർന്നു വരുന്നതേയുള്ളൂ. വിളർത്ത സൂര്യൻ കണ്ണു ചിമ്മിയപ്പോൾ അരുൺമയി നഗരാതിർത്തി കടന്നിരുന്നു. ഒറ്റയ്ക്കുള്ള യാത്ര ഹരമാണ് അവൾക്ക്. 5-6 മണിക്കൂർ ഡ്രൈവിങ്ങിനൊടുവിൽ ഉണ്ണിമായുടെ നാട്ടിലെത്തി. വെയിൽ വിരിച്ചിട്ട മുറ്റം. പാർക്കിംഗ് ഏരിയയിൽ കാർ പാർക്ക് ചെയ്തു. വർണ്ണ ബൾബുകൾ കൊണ്ട് അലങ്കരിച്ച മുറ്റത്തെ വിവാഹപ്പന്തലിൻ്റെ ഒരു വശത്ത് ഉണ്ണിമായ വിത്ത് വരുൺ എന്നു സ്വർണ്ണ ലിപിയിൽ എഴുതിയ ഫ്ലക്സ് കണ്ടു. മാഡം, അകത്തേക്ക് വരൂ. ഒരു സ്ത്രീ വന്നു വിനയത്തോടെ സന്തോഷത്തോടെ അരുൺമയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഉണ്ണിമായ പുറപ്പെടട്ടോ, മോൾ പറഞ്ഞിരുന്നു മാഡം വരുമെന്ന്. അരുൺമയെ സ്വീകരണ മുറിയിലെ സോഫയിലിരുത്തി. ഞാൻ മായയുടെ അമ്മയാട്ടോ, ഭാഗ്യലക്ഷ്മി. ഇന്നു വൈകിട്ട് ദക്ഷിണവയ്ക്കൽ ചടങ്ങുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങ മോളിപ്പോൾ വരും ട്ടോ. അവർ തിടുക്കത്തിൽ അകത്തേക്ക് പോയി. ആൾക്കൂട്ടത്തിൽ ഒറ്റയ്ക്കായതുപോലെ തോന്നി അരുൺമയ്ക്ക്. ജില്ലാ കളക്ടർ വന്നിട്ടുണ്ട്. ആരൊക്കെയോ അടക്കം പറഞ്ഞു. അകത്തെവിടുന്നോ പ്രത്യക്ഷപ്പെട്ട ഉണ്ണിമായ ഓടി വന്ന അരുൺമയെ കെട്ടിപ്പിടിച്ചു. ആഹാ, ആളാകെ മാറിപ്പോയല്ലോ. കസവും മുണ്ടൊക്കെ ഉടുത്തപ്പോൾ സുന്ദരി കുട്ടിയായില്ലോ. അത് പിന്നെ എൻ്റെ അമ്മ നല്ല സുന്ദരിയല്ലേ, അപ്പോൾ ഞാനും സുന്ദരിയാകില്ലേ? ഉണ്ണിമായ അരുൺമയുടെ കവിളിൽ വിരലമർത്തി നിഷ്കളങ്കമായി പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് കുറുകിപ്പിടഞ്ഞൊരു കരച്ചിൽ അരുൺമയുടെ തൊണ്ടയിൽ തടഞ്ഞു. ഉള്ളിൽ ഒരു പക്ഷിക്കുഞ്ഞ് ചിറകടിച്ചു കരയുന്നു. അവളുടെ മുഖം രക്തശൂന്യമായി. ശരീരത്തിൽ നിന്ന് സർവ്വ ഊർജവും ഊർന്നിറങ്ങിയതുപോലെ. കുഞ്ഞു കല്ലു ദയനീയമായി നോക്കുന്നത് പോലെ തോന്നി അവൾക്ക്. കുഞ്ഞു കല്ലു എങ്ങനെ ഇരിക്കുന്നുണ്ടാകും? അവൾ മുഖം കുടഞ്ഞു. മാഡം, എന്താ സുഖമില്ലേ? ഒന്നുമില്ല. നേർപ്പൊടിഞ്ഞ കണ്ണുകൾ അരുൺമയെ ഒളിപ്പിച്ചു. വിവാഹ വീട്ടിൽ ആളുകൾ നിറഞ്ഞു. ഉണ്ണിമായ അകത്തെവിടെയോ അപ്രത്യക്ഷയായി. മാഡം, എന്നെ ഓർമ്മണ്ടോ? ഏതോ ദുസ്വപ്നത്തിലായിരുന്നു അവൾ. ഇത് വിവാഹ വീടെന്നും താനിയുടെ അതിഥിയാണെന്നും അവൾ മറന്നുപോയിരുന്നു. മുന്നിൽ ഒരു വൃദ്ധൻ അവളെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. നരകയറിയ മുടി. എങ്കിലും തിളക്കമാർന്ന അയാളുടെ കണ്ണുകൾ അവൾ തിരിച്ചറിഞ്ഞു. സത്യേട്ടൻ! അവളുടെ ഉള്ളിലൊരു കടലിരമ്പി. നീ കളക്ടറായി വന്നതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. നിന്നെ കാണണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ നീ തിരിച്ചറിഞ്ഞില്ലെങ്കിലോ എന്ന് ഭയന്നു, സത്യേട്ടൻ പറഞ്ഞു. അരുൺമയി തല താഴ്ത്തി. സത്യേട്ടനെ ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. എന്നെങ്കിലും കാണുമ്പോൾ മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടല്ലോ നിങ്ങളെ. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് സത്യേട്ടനെ അവൾ കെട്ടിപ്പിടിച്ചു. പുറത്ത് ബഹളം കൂടി വന്നു. പൊട്ടിച്ചിരികളും. ഏതൊക്കെയോ ഓർമ്മകളിൽ തട്ടി അയാൾ കണ്ണുകൾ പൂട്ടി. ഓർക്കുമ്പോൾ എന്നും നൊമ്പരമാണ്. അരുൺമയി ഒന്ന് നിശ്വസിച്ചു. സത്യേട്ടാ,
എൻ്റെ കല്ലൂപ്പ എവിടെയെന്ന് വല്ല നിശ്ചയമുണ്ടോ? അരുൺമയി മടിച്ചു മടിച്ചു ചോദിച്ചു. സത്യനാഥൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒന്ന് കണ്ടാൽ മതി എനിക്ക്. അവൾ അറിയണ്ട കേട്ടോ. അറിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ ഉത്തരമില്ല എനിക്ക്. അരുൺമയി വിങ്ങിക്കരഞ്ഞു. സത്യനാഥ് കരുണയോടെ അവളെ നോക്കി. കുറച്ചു മുന്നേ നിന്നെ വീടിനകത്തേക്ക് ഒരു സ്ത്രീ കൂട്ടിക്കൊണ്ടുപോയില്ലേ? അതെൻ്റെ പെങ്ങള് ഭാഗ്യലക്ഷ്മി അരുണേ. കൃഷ്ണാലയത്തിലുണ്ടായിരുന്ന ഭാഗ്യ ചേച്ചിയോ? അതെ. സത്യനാഥ് തലയാട്ടി. അരുൺമയി അതിശയിച്ചു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ വിങ്ങി. അപ്പോൾ ഉണ്ണിമായ? സത്യനാഥ് ഒരു കള്ളച്ചിരി ചിരിച്ചു. കല്ലു വലുതായപ്പോൾ സ്കൂളിലിട്ട പേരാണ് ഉണ്ണിമായ. ഇഞ്ചക്കോളനിക്കാർക്ക് വേണ്ടി കലക്ടർ ഓഫീസിൽ വന്ന് നിന്നെ കല്ലു കണ്ടു തുറക്കണുണ്ടോ? അന്ന് എൻ്റെ കുട്ടി കുറേ കരഞ്ഞു. എൻ്റെ അമ്മ എന്നെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞ്. അവൾ വലുതായപ്പോൾ നിന്നെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കേട്ടോ. പിന്നിൽ ഒരു നിശ്വാസം തട്ടിയതുപോലെ തോന്നിയ അരുൺമയി പെട്ടെന്ന് പിന്നിലൂടെ 2 മൈലാഞ്ചി കൈകൾ വന്ന അരുൺമയെ ഇറുകെ പുണർന്നു. ദൂരേന്ന് ഭാഗ്യലക്ഷ്മി അവർക്കരികിലേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ഭാഗ്യലക്ഷ്മിയുടെ കയ്യിൽ കരുതിയ വെറ്റിലടയ്ക്ക ഉണ്ണിമായയ്ക്ക് നേരെ നീട്ടി പറഞ്ഞു. നാ, ഇത് അമ്മയ്ക്ക് കൊടുത്ത അനുഗ്രഹം വാങ്ങൂ. വേണ്ട, എനിക്ക് അതിനുള്ള അർഹതയില്ല. വാങ്ങൂ അരുണേ. കല്ലു നിന്റെ കുട്ടിയല്ലേ. നീ മനഃപൂർവ്വമല്ലല്ലോ ചെയ്തത്. ഭാഗ്യം അവളുടെ വളർത്തമ്മ മാത്രമാണ്. പക്ഷേ അവൾക്ക് സ്നേഹം കൊടുത്തത് ഭാഗ്യചേച്ചിയല്ലേ? അരുണിമയ്ക്ക് സങ്കടമായി. ഓക്കെ, 2 അമ്മമാരായില്ലോ. അത് പറഞ്ഞ ഉണ്ണിമായ സ്നേഹത്തോടെ 2 പേരെയും കെട്ടിപ്പിടിച്ച് അമർത്തി ഉമ്മ വെച്ചു. എന്നോ നഷ്ടപ്പെട്ട തൻ്റെ മകളെ തിരിച്ചു കിട്ടിയ അരുൺമയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി.